ഒരു വശത്ത് വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും മറുവശത്ത് മതഭീകരവാദത്തിന്റെ വക്താക്കളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ടാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ ജനാധിപത്യ സഖ്യം നാടിന്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് മുന്നണികൾ, ഇന്ത്യ സഖ്യത്തിന്റെ ഘടകകക്ഷികൾ അവർ മതഭീകരവാദികളുടെ വക്താക്കളായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വികസനം മുമ്പോട്ട് വെച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം മത്സരിക്കുകയാണ്. കഴിഞ്ഞ 60 വർഷത്തിലേറെയായി ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണികൾക്ക് വികസനത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. വികസനത്തെക്കുറിച്ച് പറയാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കുന്നത്. വികസനവും വർഗീയതയും തമ്മിലുള്ള പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത്. 40 വർഷമായി മുടങ്ങിക്കിടന്ന ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകൾ ശ്രീ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം വെറും 4 വർഷം കൊണ്ട് പൂർത്തിയാക്കി. അതേസമയം 30 വർഷമായി മുടങ്ങിക്കിടക്കുന്ന നിലമ്പൂർ ബൈപ്പാസിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിക്കൂ. ആര് വന്നാലാണ് വികസനം വരുന്നത്? നിങ്ങൾക്കും നമ്മൾക്കും നല്ലതുപോലെ. വികസനത്തെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത ഇടതുപക്ഷവും വലതുപക്ഷവും രാജ്യദ്രോഹ മത തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇടതുപക്ഷം PDPയെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നതെങ്കിൽ ജമായത്തെ ഇസ്ലാമി എന്ന ആഗോള ഭീകര പ്രസ്ഥാനത്തെയാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഗാസയിലെ കുട്ടികളെക്കുറിച്ച് വേവലാതിപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി വദ്ര എന്തുകൊണ്ടാണ് സ്വന്തം മണ്ഡലത്തിലെ കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാത്തത്? ഇവിടെ നിലമ്പൂര് ഷോക്കടിച്ച് മരിച്ച അനന്തു ഒരു കുട്ടിയാണ്. നിലമ്പൂരിൽ NDAക്ക് പറയാനുള്ളത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസന കാര്യങ്ങളാണ്. അത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ വികസനമാവട്ടെ, 8ഓളം ഗ്രാമീണ സഡക് യോജന റോഡുകളാവട്ടെ, 16,000-ൽ പരം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അക്കൗണ്ടുകളാകട്ടെ, നിരവധി ജനൌഷധി കേന്ദ്രങ്ങളാകട്ടെ, അല്ലെങ്കിൽ 1800-ഓളം വരുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന വരുന്ന വീടുകളാകട്ടെ, ഈ വികസന കാര്യങ്ങളാണ് നിലമ്പൂരിൽ ഇനിയും തുടരേണ്ടത്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഭീകരവാദികൾക്കൊപ്പം നിന്നവരാണ് LDF, UDF അവരെ ഒറ്റപ്പെടുത്തി. മലയോര കർഷകർ വലിയ ദുരിതത്തിലാണ്. വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ ഇടതു വലതു മുന്നണികൾക്കാകുന്നില്ല. കുടിയേറ്റ കർഷകർ ഇന്ന് കുടിയിറക്കൽ ഭീഷണിയിലാണ്. അതിന് പരിഹാരമുണ്ടാക്കാൻ NDA സ്ഥാനാർത്ഥി വിജയിച്ചേ മതിയാവും. കഴിഞ്ഞ 60 വർഷത്തിനുള്ളിൽ നിലമ്പൂരിൽ കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കും പ്രാവർത്തികമാക്കാൻ സാധിക്കാത്തത് 6 മാസത്തിനുള്ളിൽ BJP ദേശീയ ജനാധിപത്യ സഖ്യം നടപ്പിലാക്കും എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുകയാണ്. പ്രിയമുള്ള സമ്മതിദായകരെ, നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ മോഹൻ ജോർജിന് താമര ചിഹ്നത്തിൽ വോട്ട് നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ വിജയിപ്പിക്കുക. മാറാത്തത് ഇനി മാറും.